ഹലോ കൂട്ടുകാരെ, ഇന്ന് യൂണിവേഴ്സിറ്റി LGS മെയിൻ എക്സാം 2024 ചോദിച്ച ഒരു 10 ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഇന്ത്യൻ സ്വതന്ത്ര സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. മിക്ക എക്സാമിനെയും ചോദിക്കുന്നതാണ്. ലാഹോർ കോൺഗ്രസ് സമ്മേളനം. ഇന്ത്യൻ സ്വതന്ത്ര സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ലാഹോർ കോൺഗ്രസ് സമ്മേളനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം, നിസ്സഹകരണ സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം, നിസ്സഹകരണ സമരം. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് സുഭാഷ് ചന്ദ്രബോസ്. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് സുഭാഷ് ചന്ദ്രബോസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ്. പിന്നീട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തി ആരാണ്? ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ അബ്ദുൾ ഖാഫർ ഖാനാണ് എങ്ങനെയൊക്കെ അറിയപ്പെട്ടിരുന്നത്, എന്തൊക്കെ ലഭിച്ചിരുന്നത്? ഭാരതരത്ന എന്ന പദവി ലഭിച്ചു. ഇന്ത്യൻ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകി, ദുരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർത്തു. പിന്നീട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പരമോന്നത ദേശീയ ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ. ചുവടെ തന്നിരിക്കുന്നവയിൽ ആരാണ് ഇന്ത്യൻ സമരകാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തതെന്നാണ് ഇവിടെ തന്നിട്ടുള്ള. ബാലഗംഗാധര തിലക്, WC ബാനർജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ഫിറോസ് ഷാ മേത്ത. അപ്പം ഇന്ത്യൻ സമരകാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ പെടാത്തത് ആരാണ്? ബാലഗംഗാധര തിലക്. അപ്പം WC ബാനർജിയും ഗോപാലകൃഷ്ണ ഗോഖലെയും ഫിറോസ് ഷാ മേത്തയൊക്കെ മിതവാദികളിൽ പെടുന്നതാണ്. പെടാത്തത് ബാലഗംഗാധര തിലകാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്വത്തവകാശ മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി. ഏത് ഭേദഗതിയാണ്? 44 ഭരണഘടനാ ഭേദഗതി. ഇതും ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. സ്വത്തവകാശ മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി 44 ഭരണഘടനാ ഭേദഗതി. നെക്സ്റ്റ്, സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? ഹൈക്കോടതിയാണ് സംസ്ഥാനത്തിലെ ഏറ്റവും ഉയർന്ന കോടതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ആരാണ് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ? ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ ആണ് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ടുള്ള ഭരണഘടനയുള്ള രാജ്യം ഏത്? ഇന്ത്യ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യയാണ്. ഇനി നമുക്ക് 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആമുഖത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് മൗലികാവകാശങ്ങളാണ്. ഏതൊക്കെ തന്നിട്ടുണ്ട് നമുക്ക്? പരമാധികാരം, സ്ഥിതി സമത്വം, റിപ്പബ്ലിക്. ഇതാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള. പക്ഷേ മൗലികാവകാശങ്ങൾ എന്നുള്ള ഒരു അടിസ്ഥാന ലക്ഷ്യം ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടില്ല. സൂചിപ്പിച്ചിരിക്കുന്ന പരമാധികാര, സ്ഥിതി സമത്വം, റിപ്പബ്ലിക്, ഈ പദങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളതിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. മൗലികാവകാശങ്ങൾ എന്നുള്ള ഒരു ലക്ഷ്യമാണ്. മൗലികാവകാശങ്ങൾ എന്നുള്ള ഭാഗം ഭരണഘടനയുടെ ആമുഖത്തെ സൂചിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയും ഒരു 10 ക്വസ്റ്റ്യനാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.